റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന മത്സര റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ദീപിക. ലെറ്റ്സ് വെൽക്കം ദീപിക ഓൺ ടു ദ സ്റ്റേജ്. ദീപിക, റിയൽ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്താ ചെയ്തേ അതാദ്യം പറയും. ഞാൻ ഈ പോപ്കോൺ ഒക്കെ വിറ്റ് നടക്കണ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീ. ശരി, ഓക്കെ. ലൊക്കാലിറ്റി എവിടെയായിരുന്നു? കോവളം. മെറൈൻ ബീച്ച് ഉണ്ടായിരുന്നു. സർ? ഗർഭിണിയായ ചോള വിൽപ്പനക്കാരി. മലയാളിയായിട്ടാണോ? ഒരു തമിഴത്തി ആയിട്ടാണ്, പക്ഷെ എല്ലാ ഭാഷയും അറിയാം. അങ്ങനെയൊക്കെയാണ് പോയത്. ആസ് എൻ ആക്ട്രസ് എന്താണ് ദീപയ്ക്ക് തോന്നിയത്? ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ സ്റ്റേജും. പക്ഷെ ഇത്രയും കാലം വന്നതിൽ എനിക്കെപ്പോഴും മനസ്സിലോർത്ത് വയ്ക്കാനുള്ളതും ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയ സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് ആണ് റിയൽ ലൈഫിൻ്റെ. ഇങ്ങനെ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണം ആദ്യം ഇത് എനിക്ക് തീം ഇങ്ങനെ റിയലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തോന്നിയതായിരുന്നു ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ഇങ്ങനെ സാധാരണ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളതായിരുന്നു ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ അതിനേക്കാൾ നല്ല വേറെ ഇരിക്കുന്നു വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ഞാൻ തീരുമാനമൊക്കെ മാറ്റിയത് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യണത് 2 ദിവസം മുന്നേ. ഇപ്പോൾ പൂവറായിട്ടുള്ള എന്നുവെച്ചാൽ എന്തെങ്കിലും വിൽപ്പന നടത്തിക്കൊണ്ട് ഉള്ളൊരു സ്ത്രീ ആവാം. പക്ഷെ അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എടപ്പാളിൽ അടിയൊക്കെ കിട്ടുന്നുള്ള പേടി നന്നായിട്ടുണ്ടായിരുന്നു. അതെ, അതേപോലെ എനിക്കും ഇത് വയറ് എക്സ്ട്രാ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുമോ എന്നുള്ള പേടിക്കായിരുന്നു. ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് ഇങ്ങനെ വയറിങ്ങനെ അമർത്താൻ, അയ്യോ അമ്മ അല്ലെങ്കിൽ കാര്യം വേറെ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഇവിടെ വന്നിട്ടാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ഇംപ്രവൈസ് ചെയ്യാം, അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങാന്നൊക്കെ ഒരു ധൈര്യത്തിലാണ് പോയത്. എന്ത് കിട്ടുകയാണെങ്കിൽ അടി. കാരണം പ്രതികരണം എങ്ങനെയാവുന്നുള്ളത് ചെന്ന വഴി തന്നെ എന്നെ അവിടുത്തെ കോസ്റ്റ് ഗാർഡൊക്കെ ഇടപെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എവിടുന്നാ വരണേ, എനിക്ക് എന്നാ ഭാഷ തരും. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ഭാഷയും മലയാളം തെറിയും സർ. പറഞ്ഞു നീ കൊളന്താവിടെ അപ്പ അവിടെ. ഞാൻ കൊളന്താവിടെ അപ്പ എന്ത് പോച്ചാച്ച സർ. അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നുള്ളൂ, പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ സാർ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ അല്ലേ? നമുക്കത് കണ്ടിട്ട് ബാക്കി അഭിപ്രായം വിശദമായിട്ട് പറയാം. Come on. Everybody now. Yeah. സോള വാങ്ങറ. आप हिंदी है? കച്ചവടത്തിനാ? ആ. അത് നിങ്ങൾ പ്രഗ്നന്റ് അല്ലേ? ഹസ്ബൻഡാ? ஹஸ்பண்ட் இல்ல, இறந்து போச்சு. എങ്ങനെ ഇറந்து? எந்த அம்மா இந்த மாதிரி எல்லாம் சொல்றேன். எந்த சின்ன குழந்தை இருக்குடா, வாங்கு 10 ரூபாய் மட்டும். ரெண்டெண்ணம் வாங்கம்மா. சாரே, Oh yeah. എത്ര മാസമായി? Check it out. சோள வாங்கு சார், எங்களுக்கு பேரணும். സോളം മാറ്റേ. കാരണം അവൾക്ക് ആവശ്യം എന്താണെന്നറിയാം, പൈസ അവൾക്ക് എങ്ങനെയെങ്കിലും പ്രസവിച്ച് ആ കൊച്ചിനെ വളർത്തണം. അതിനുവേണ്ടി ഇത് അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നത്. சோட வாங்கி கொடுக்கணும். സോഡയല്ല. വളരെ ഭംഗിയുണ്ട്, പെർഫെക്റ്റ് ആണ്, വളരെ ഭംഗിയുണ്ട്, നന്നായിട്ടുണ്ട്. ദീപയെ ചെയ്തത് ഭംഗിയായിരുന്നു. അവസാനം ആൾക്കാർ ഇടപെട്ടിട്ടാണോ
അല്ല അവസാനം രമേശ് സാറും ശ്രീനേട്ടനൊക്കെ നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ. പ്രൊഡ്യൂസർ അതിനകത്ത് കണ്ടല്ലോ. അതെ അവരൊക്കെ വന്നു. അപ്പൊ അവര് വന്നപ്പോ എന്താ വെച്ചാൽ അവിടുന്ന് ആൾക്കാർ പറയണ്ടേ ഞാൻ ചുറ്റുമാണ്. അപ്പൊ എൻ്റെ ആർക്കാ അടി കിട്ടിയത് അത് പറയും. അത് ശ്രീനേട്ടൻ വന്നപ്പോൾ എന്നെ അവിടുന്ന് പറഞ്ഞു ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നടാ പൈത്തിക്കാര വേദന ഇരിക്കുമ്പോൾ നീ ഷൂട്ട് ചെയ്യണടാന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ആൾക്കാർ പാവ ആ പെണ്ണ് ഗർഭിണിയായിരിക്കുമ്പോൾ അവൻ ഷൂട്ട് ചെയ്യണം അങ്ങോട്ട് നീങ്ങിക്കിടാ പറഞ്ഞു. അവരെ തള്ളൊക്കെ ഉണ്ടായതാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് രമേശ് സാർ എന്നെ വിളിച്ചുകൊണ്ടായത്. അപ്പോൾ വിളിച്ചിട്ടുണ്ടായപ്പം സാറ് അവിടുന്ന് ആ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ വട്ടട്ട കോസ്റ്റ് ഗാർഡല്ലേ അവർ പറയുന്നുണ്ടായിരുന്നു ആ കറുത്ത ഷർട്ട് ഇട്ട ആൾ ആ പാവം പെണ്ണിനെ കൊണ്ട് ഈ പടിയൊക്കെ ഒപ്പിച്ച് അയാളെ വിളിക്കില്ല. അല്ല സത്യം പറ, പ്രൊഡ്യൂസർക്ക് തല്ല് കിട്ടിയോ? ഇല്ല കിട്ടിയില്ല. എനിവേ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അത് അല്ലേ? തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ്. ടു ബി ഒരു ക്യാരക്ടറായിക്കൊണ്ട് ആളുകളുടെ ഇടയിൽ അങ്ങനെ നിൽക്കുക എന്നുള്ളത്. അതെ പിന്നെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ബെസ്റ്റ് ആക്ടർ ഷോയിൽ വന്നിട്ട് അറിയോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയതും പിന്നെ വേറെ ആൾക്കാരെ അതൊരു പ്ലസ് പോയിന്റ് ആണോ മൈനസ് പോയിന്റ് ആണോ? ഞാനത് ചോദിക്കും. അതല്ല എന്നുവെച്ചാൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സ്ഥലം വീണ്ടും മാറേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പിന്നെ ഈ ഇല്ലാണ്ട് അന്യ സംസ്ഥാനക്കാരായത് നന്നായി. അല്ല വേറെ നമ്മളെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആ ഒരു മഞ്ഞ ഷർട്ടുകാർ ഇങ്ങനെ പ്ലാഞ്ചി നടന്നിരുന്നല്ലോ. അവരാണ് ലാസ്റ്റ് രമേശ് സാർ ഇവിടെ അയാളെ വിളിക്കുന്നൊക്കെ പറഞ്ഞത്. അവർക്കാണ് തീരെ അത് ഉൾക്കൊള്ളാൻ പറ്റായിരുന്നു. അത് അയാൾക്ക് നേരത്തെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളത്. അതെ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. സിത്താര ചേച്ചി കണ്ടിടത്തോളം വളരെ നന്നായിരിക്കുന്നു. പിന്നെ ദീപയുടെ കോസ്റ്റ്യൂം നന്നായി. സാധാരണ അല്ല പറഞ്ഞല്ലോ നല്ല റിച്ചായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു, അത് വേണ്ട ഇങ്ങനെ അത് നന്നായി, അത് വളരെ നന്നായിരുന്നു. പിന്നെ എനിക്കും ആ തമാശയായിട്ട് തോന്നിയ ആ മഞ്ഞ ബനിയനിട്ട ആളിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയാണ്. പുള്ളി ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ എവിടെയൊക്കെ. പിന്നെ വേറൊരു ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. വേറെ ആളുണ്ടായിരുന്നു. അവരും ഇതേമാതിരി എന്നെ വാച്ച് ചെയ്യാനും എൻ്റെ കൂടെ നടക്കുക അവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഡെയറിങ് എഫേർട്ട് എനിവേ. കോവളത്ത് പോയി ഇത് ചെയ്തത്. ഓൾ ദി ബെസ്റ്റ് ദീപിക.